ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ RP ഫാഷൻ ടെക്. ഇന്നത്തെ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫേസ് മാസ്കുകൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴയതിൻ്റെ ഡബിളായിട്ട് വിലയ്ക്കാണ് നമുക്കിപ്പോൾ ഇത് കിട്ടാനും ഇല്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഫാമിലിക്ക് നമുക്ക് അറിയാവുന്നവർക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഇലാസ്റ്റിക് വേണം, വീതി കുറഞ്ഞ ഇലാസ്റ്റിക് വേണം. പിന്നെ ഇതുപോലത്തെ വൃത്തിയുള്ള പേപ്പർ ബാഗ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പിടിക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് വേണം, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇലാസ്റ്റിക് വളരെ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ചോദിച്ച് മേടിക്കുക. വളരെ വില കുറവാണ്, മീറ്ററിന് 4 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമുക്കൊരു ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മീറ്റർ 25-20 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുറുകെ കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഓരോന്നും നമുക്കിതാ ഇതുപോലെ മടക്കുന്ന ആ ഒരു സൈസിലാണ് നമുക്ക് ഓരോന്നും വേണ്ടത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കവറിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 8 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മെഷീനിലൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇലാസ്റ്റിക് പോയി വാങ്ങിക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ തുണി നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ തുണി വാങ്ങിച്ച് നമുക്ക് ഇതേ മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. കൈ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തച്ചെടുക്കാം. അല്ലെങ്കിൽ ഈ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ടിരിക്കുന്ന ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കണ്ടോ, ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ 2 പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. 2-3 പ്ലേറ്റ്, 2 അല്ലെങ്കിൽ 3 പ്ലേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പകുതി എത്തുന്ന അവിടെ തൊട്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ വെച്ച്, ഞാനിപ്പോൾ B7000 നമ്മളിപ്പോൾ സ്റ്റോണൊക്കെ ഇട്ടിക്കുന്നില്ല ഡ്രസ്സിലൊക്കെ, ആ ഒരു ഗ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഒട്ടാനായിട്ട് ഇത്തിരി ഒന്ന് ടൈം എടുക്കും, പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അവിടെ ഇരുന്നോളും, പോത്തൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരു പ്ലേറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് 2 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫുൾ ഒട്ടിക്കാൻ പാടില്ല, ഈ സൈഡ് മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ച് അതങ്ങ് ഒട്ടിക്കോളും. അതുവരെ അതൊന്നും ഇങ്ങനെ നമ്മുടെ കയ്യിൽ തിരിഞ്ഞ് ഒട്ടി വരാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം കണ്ടോ, ഇതൊന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഈ സൈഡൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. 2 സൈഡും ഒന്ന് ചെറുതായിട്ട് മതി, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ഒട്ടിച്ച ഭാഗമല്ല, തിരിച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഒട്ടിച്ച ഭാഗം നമ്മുടെ പുറം വശമാണ്, ഇത് അകത്ത് വശത്താണ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. കണ്ടോ, ഫോൾഡ് ചെയ്യേണ്ടത് അകത്താണ്. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതങ്ങ് ഒട്ടിക്കോളും കേട്ടോ. അത് ഫസ്റ്റ് ഒട്ടിക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് ഒട്ടിയിരുന്നോളും. അതിനുശേഷം നമുക്കിതിൻ്റെ പുറവശത്തായിട്ട് നമ്മൾ സൈഡ് വെട്ടിയെടുത്തില്ലേ, ആ പീസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. അതാകുമ്പോൾ ആ അരികൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നോളും. കാണുമ്പോൾ നമ്മൾ മേടിക്കുന്ന ആ ഒരു മാസ്കിൻ്റെ ലുക്കിൽ തന്നെ ഇരിക്കും ഇത്. ജസ്റ്റ് പുറഭാഗത്ത് ഈ ഒരു സൈഡിൽ നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകവശത്തായിട്ട് വേണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ വീതി കുറഞ്ഞ, അല്ലെങ്കിൽ ഇതിൽ നിന്നും വീതി കുറഞ്ഞ ഇലാസ്റ്റിക് നമുക്ക് കിട്ടും. ഈ ഉരുണ്ടിരിക്കുന്ന ടൈപ്പില്ലേ, അതുപോലത്തെ ഇലാസ്റ്റിക് ഇട്ട് അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് ഇത് ഒട്ടിയിരിക്കുള്ളൂ ഇലാസ്റ്റിക്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി, ഇലാസ്റ്റിക് മാത്രം. അത് നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങ് പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇലാസ്റ്റിക് മാത്രം ജസ്റ്റ് ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ മെഷീനുള്ളവർ ഇതെല്ലാം മെഷീനിൽ തന്നെ ചെയ്താലും മതി.
അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. ചെറുതാക്കുക. കുറച്ചും കൂടെ വലിയ ആൾക്കാരാണെങ്കിൽ ഇലാസ്റ്റിക് കുറച്ചുകൂടെ ലൂസാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നോർമൽ നമ്മുടെ സൂചി നൂലും വെച്ചിട്ട് നമ്മൾ ആ 4 എൻഡിലും ഒന്ന് തയ്ച്ച് പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിട്ട് ഇരിക്കും അവിടെ. അപ്പോൾ നമുക്കിത് നമ്മുടെ ആ ഒരു മാസ്കിൻ്റെ ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് ഇളക്കി എടുത്തിട്ട് നമുക്ക് വേറെയിൽ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മെഷീനിൽ ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഇതുപോലെ കണ്ടോ. ഇനി നമുക്ക് മെഷീനിൽ ചെയ്യാനും സെയിം നമ്മൾ ആ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ 3 പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ കണ്ടോ 3 പ്ലീറ്റ് എടുത്തിട്ട് കൊടുക്കുക. അപ്പർ സൈഡും ഇതേപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് ഒരു മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ മാസ്കിൻ്റെ ഈ ഗ്രീൻ കളർ തുണിയൊക്കെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുണി വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ പൊടിയും ഈ അണുക്കളൊന്നും അകത്ത് കയറാത്ത രീതിക്കുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ വെച്ചും ഇതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ പെട്ടെന്ന് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ആയിട്ടാണ് ഞാനിത് പറയുന്നത്. കണ്ടോ, ഈ 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അകവശമാണ് കേട്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട. എന്നിട്ട് പുറവശത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗമില്ലേ, അപ്പം നമ്മുടെ ആ ബാഗിൻ്റെ പിടിയുടെ അവിടെ ഇതുപോലത്തെ ആ ഒരു സാധനം കാണും. അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ എൻഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു സംഭവം ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത് ഈ ഭാഗത്തൊന്നും ഒരു കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോളും. പക്ഷെ നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്ന ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. കണ്ടോ, ഇതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഇലാസ്റ്റിക് കൂടെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും പുറത്തൊക്കെ പോകുമ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് തന്നെ പോവുക. നിങ്ങളുടെ ഏരിയയിലൊന്നും ഈ പ്രശ്നം ഇല്ലയെന്ന് കരുതി ഉപയോഗിക്കാണ്ടൊന്നും ഇരിക്കരുത്. കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കുക. മാക്സിമം എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെയൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക, ഇതൊന്നും കുറയുന്നത് വരെയും. അത് പുറത്ത് പോയേ പറ്റൂ എന്നുള്ളവർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പം നമ്മൾ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമുക്കിത് തടയാനായിട്ട് പറ്റും. കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം നമ്മൾ ടി വിയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇതിനുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ പാലിക്കുക. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറി നല്ലതായിട്ട് തന്നെ വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുപോലെ 4 സൈഡൂടെ തയ്ച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക്